തീർച്ചയായിട്ടും ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ പ്രകൃതി സംബന്ധമായ കാര്യമായതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ തികച്ചും ഇപ്പോ നമുക്ക് എന്തോ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് രണ്ട് വിഭാഗക്കാർ. ഇപ്പൊ സുരേഷ് കുമാർ സാർ പറഞ്ഞ മാതിരി അദ്ദേഹം പറഞ്ഞു KSRC എന്ന് പറയുന്നത് KCB ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. അത് വളരെ തെറ്റാണ്. KCBയുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്, റിട്ടയർഡ് KCB ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ നിർബന്ധമാണ് KSRC. ചെയർമാൻ എന്ന് പറയുന്നത് KCB എന്നുള്ള ആളല്ല. അദ്ദേഹം IAS കാരനാണ്, TK ജോസ് സാറാണ്. അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിനെ കാണുന്നതാണ്. പക്ഷെ KCBയുടെ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഇതിനെ ഈ പ്രസ് റിപ്പോർട്സിന് എഗൻസ്റ്റ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു തരത്തിലുള്ള നടപടികളും നമ്മുടെ നിർദ്ദേശങ്ങളും അദ്ദേഹം അംഗീകരിക്കാനും കൂടി തയ്യാറാവുന്നില്ല. പക്ഷെ അവിടെ അവരെ KCB പറയുന്നതിന് ഇപ്പൊ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വിഷയമാണ്. എപ്പോഴും കൺസ്യൂമേഴ്സിന്റെ അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സിന്റെ മാത്രം താല്പര്യം എടുത്ത് ഇങ്ങനൊരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ 1000 കിലോവാട്ടും 5000 കിലോവാട്ടിന്റെ ഒരു സോളാർ ഇൻസ്റ്റാളേഷൻ എടുത്തിട്ട് അത് മൊത്തം ഇതുപോലെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പൊ അവിടെ ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, MNRE പറഞ്ഞിരിക്കുന്നത് ബാറ്ററി ബസ് എന്ന് പറയുന്ന സംവിധാനമാണ്. അതല്ലാതെ കേരളത്തിൽ നിർബന്ധമായി പറയുന്ന ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഒരിക്കലും പ്രായോഗികമല്ല. കാരണം അതൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇരട്ടി ഇൻവെസ്റ്റ്മെന്റാ വരുന്നത്. ഇരട്ടി ഇൻവെസ്റ്റ്മെന്റ് വെച്ച് ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ KSRC തന്നെ ഒരു നിബന്ധന, ഈ റെഗുലേഷൻ എന്റെ ഇപ്പൊ ഇരിപ്പുണ്ട്. എനിക്ക് ഈ റെഗുലേഷൻ കിട്ടിയതാണ്. ഈ റെഗുലേഷന്റെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഒരു വർഷം ഒരു യൂണിറ്റ് ബാങ്ക് ചെയ്യുന്ന 1 രൂപയും, രണ്ടാമത്തെ വർഷം 2 രൂപയും, മൂന്നാമത്തെ വർഷം 3 രൂപയും വെച്ച് ചെയ്യാനായിട്ട് ഇതിന് 5 പൈസ KCB മുടക്കണ്ട, ആരും മുടക്കണ്ട. ഇന്ത്യയിലെ ധാരാളം ആൾക്കാർ ബസ് സ്വതന്ത്രമായി ചെയ്തിട്ട് അതിന്റെ അകത്തുനിന്ന് പൈസ തിരിച്ചു വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ബസ് വെച്ച് കഴിഞ്ഞാൽ ഈ സംവിധാനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അതിന് പകരം 5 കിലോവാട്ട് സോളാർ സിസ്റ്റം വെക്കുന്നതിന് നിർബന്ധമായിട്ടും ബാറ്ററി ഉള്ള സാധനം മാത്രമേ പറയുള്ളൂ എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു പ്രായോഗികമായ തീരുമാനമല്ല. വളരെ KSRC നിർദ്ദേശം വച്ചേക്കുന്നതിന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് KCBക്ക് ചിന്തിച്ചുകൂടാ, അല്ലെങ്കിൽ KCRC കൂടി ചിന്തിച്ചുകൂടാ? അതോടൊപ്പം തന്നെ ഇവിടെ ധാരാളം ആൾക്കാർ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് വയ്ക്കാൻ തയ്യാറാവുന്നുണ്ട്. കാരണം അവർക്ക് വളരെ ലാഭകരമാണ് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ്. കാരണം ഇപ്പൊ ഏകദേശം ബാറ്ററിയുടെ പ്രൈസിന് സിസ്റ്റത്തിന്റെ പ്രൈസ് ആയിട്ടാണ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെയിം പ്രൈസിന് ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് വയ്ക്കുന്ന പ്രൈസിന് തന്നെ 3 കിലോവാട്ട് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് വയ്ക്കാനുള്ള സാധ്യത ഉണ്ടായിട്ട് എന്തുകൊണ്ട് KCBയും MNREയും അതുപോലെ KSRC ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഈ സബ്സിഡി കൊടുക്കണം? അപ്പൊ എന്ത് വേണം? KCBയെ സംബന്ധിച്ചോളം ഈ ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് വെക്കാൻ വേണം, വൈദ്യുതി ഗ്രിഡിലേക്ക് കൊടുക്കാൻ വേണം. ഞാനിപ്പോ എന്റെ വീട്ടിലെ വൈദ്യുതി ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് വെച്ചിട്ട് അത് വെച്ച് ഞാൻ വൈദ്യുതി ഉണ്ടാക്കി ഞാൻ സ്റ്റോർ ചെയ്ത് ഞാൻ യൂസ് ചെയ്തോളാം എന്നൊരു സംവിധാനം ഈ ആരും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് സബ്സിഡി കൊടുക്കാൻ തയ്യാറാവുന്നില്ല, ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഈ KCB ആണെങ്കിലും ശരി, അല്ല KSRC ആണെങ്കിലും ശരി, അതുപോലെ കൺസ്യൂമേഴ്സിന് രണ്ട് തട്ടിൽ പോയി നിന്നിട്ട് ഒരു തരത്തിലുള്ള ഒരു നെഗോസിയേഷന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അതിന് തീർച്ചയായിട്ടും വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ സുരേഷ് സാറ് തന്നെ, അദ്ദേഹത്തിന് വളരെ പിടിപാടുള്ളതാണല്ലോ, അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ടാണെങ്കിലും ഇതിനൊരു അമിക്കബിൾ സിറ്റുവേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം.